ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു വൈബ്രൻസി ഉണ്ടാക്കാൻ വി ഡി സതീശന് മുഖ്യമന്ത്രിക്ക് സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന് ചെയ്യാൻ പറ്റാതെ പോയതും അതുതന്നെയാണ്. കാരണം ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വൈബ്രൻസി എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളോട് കൂടെ നിന്നു എന്നുള്ളൊരു പ്രതീതിയാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ വലിയ രീതിയിൽ അടുത്ത സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതിന് തെളിവ് കൂടിയാണ് 102 സീറ്റ് എന്ന് പറഞ്ഞാൽ UDFൻ്റെ വിജയം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മുഖ്യമന്ത്രിക്ക് അതിൽ ആ രീതിയിൽ കുറേ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഓരോ ശൈലിയും സംസാര രീതിയും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ റീലുകൾ ഓടുന്നുണ്ട്. കാരണം അവർക്ക് മോഡിഫിക്കേഷൻ നടത്താൻ പറ്റുമോ നടത്താൻ പറ്റില്ലയോ എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് നടത്താൻ പറ്റില്ല എന്ന് പറയുന്നില്ലെങ്കിൽ കുറേ ആംഗ്യങ്ങൾ കൊണ്ടൊക്കെ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അത് ഇന്നത്തെ കാലത്തിന് ആവശ്യമാണ്. കാരണം ഇന്നത്തെ റീലുകൾ മുഴുവൻ ഓടുന്നത് ആ ആംഗ്യത്തിൻ്റെ പുറത്താണ്. കാരണം ഒരു വാക്കുകൊണ്ട് ഒരു അക്ഷരം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്, നമ്മൾ വന്നത് ഇത് നടപ്പിലാക്കാൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അല്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ രീതിയിലെല്ലാം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ കാണേണ്ടതാണ്. പിന്നെ ഈ വയോജന വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം, വയോജന വകുപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തിന് ആവശ്യമായ ഒരു വകുപ്പ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം എന്തുകൊണ്ടാണ്, ഇന്നത്തെ കാലത്ത് യൂറോപ്പിലും UK-ലും ഒക്കെ താമസിക്കുന്നവർക്ക് നോക്കിയാൽ മനസ്സിലാവും. കാരണം വയോജനങ്ങൾ എല്ലാവരും ഒറ്റപ്പെട്ട് ഓരോ വീടുകളിലാവും. കേരളം അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തെ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനം പോയി കാണേണ്ട പോലെ കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെയുള്ളവരെല്ലാവരും വിദേശത്തേക്ക് പോയി അവിടെ സ്ഥിരതാമസാക്കിയും പ്രായമായവർ കേരളത്തിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പം പ്രത്യേകിച്ച് ഈ കോട്ടയം പോലെയുള്ള ഡിസ്ട്രിക്ട്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി പോലെയുള്ള ഡിസ്ട്രിക്റ്റുകളിലൊക്കെ വീടുകൾ താമസിക്കുന്ന വയോജനങ്ങൾ മാത്രമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സംവിധാനത്തെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു വകുപ്പ് ഉണ്ടാകുക എന്നുള്ളത് നല്ല കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിനോട് ഈ പ്രായമായവരെ നമ്മുടെ സമൂഹത്തിനോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വകുപ്പുണ്ടെങ്കിൽ അതിനെ മേൽനോട്ടം വഹിക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്.